വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PUC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PUCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, ഇന്ന് ഈ വീഡിയോ നമ്മുടെ KVSന്റെ നോട്ടിഫിക്കേഷൻ റൂൾസ് പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. ഓക്കെ, കുറച്ച് വീഡിയോസ് എന്ന് പറയുമ്പോഴത്തേക്ക് PRT, TGT, PGT ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരുന്നു. അതുകൂടാതെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള അടുത്ത വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. ഇത് നമ്മുടെ കുറേ പേര് വിളിച്ച് ഡൗട്ട്സ് ചോദിച്ച ഒരു ഭാഗമാണ് ലൈബ്രറിയൻ കോഴ്സ്. ഓക്കെ, അപ്പം ലൈബ്രറിയൻ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇതിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറായിരുന്നോളൂ. കാരണം നമ്മുടെ ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ലിങ്ക് കാര്യങ്ങളെല്ലാം ഏകദേശം മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു ഡിലേ വരാനുള്ള പ്രധാന ഇതിനകം വരേണ്ടതാണ്. ഓക്കെ, റൂൾസ് വന്നു കഴിഞ്ഞാൽ, റൂൾ ഔട്ട് ആയി കഴിഞ്ഞാൽ ഇതിനിടയിൽ വരേണ്ടതാണ്. കാരണം അതിനിടയിൽ ഈ CTR എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇവിടെ വന്നതുകൊണ്ടാണ് ഇത് കുറച്ച് വൈകുന്നത്. ഓക്കെ, അപ്പൊ CTRനെ പറ്റി CTR എന്താണെന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി അറിയണമെന്നുള്ളവർക്ക് ആ വീഡിയോ ഇവിടെ കാർഡിൽ മുകളിൽ കൊടുക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവർ ഈ KVS എന്ന് പറയുന്ന KVS ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന നമ്മുടെ പ്ലേലിസ്റ്റ്, ഈ ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ CTR എന്നുള്ള വീഡിയോ കാണാം. അത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ നിങ്ങളുടെ എന്ത് ചെയ്യുക, ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈബ്രറിയൻ കോഴ്സ് പഠിച്ച BLIC ഒക്കെ പഠിച്ച കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, അവർ തയ്യാറായിക്കോട്ടെ. അതോടൊപ്പം തന്നെ കമന്റ്സ് സെക്ഷനിലൂടെ ഡൗട്ട്സുകൾ ചോദിക്കുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തുടക്കത്തില് അപ്പൊ നമ്മുടെ KVS 2025 ലൈബ്രറിയൻ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ലൈബ്രറിയൻ, ഓക്കെ, 2024-25 ലൈബ്രറിയൻ പോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 1321, നമുക്കൊരു 1400 ഇട്ട് വിളിക്കാം. ഓക്കെ, ഏകദേശം 1400ഓളം പോസ്റ്റുകളാണ് ലൈബ്രറിയനിൽ വിളിക്കാൻ പോകുന്നത്. ഓക്കെ, 1400ഓളം പോസ്റ്റ്. അപ്പൊ ആലോചിച്ചോണം, ഏതെങ്കിലും ഏജൻസി ഇങ്ങനെ വിളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കുക. തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ RRB റെയിൽവേ കോഴ്സിന്റെ ക്ലാസ്, ഓൺലൈൻ ക്ലാസിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇന്നും നാളെയും കൂടെ അഡ്മിഷൻ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ കോഴ്സിന് TGT, PGT, PRT എല്ലാ കോഴ്സും ഉണ്ട്, എല്ലാ ബാച്ചും ഉണ്ട്. അപ്പൊ അതിന് ജോയിൻ ചെയ്യാം. ഫീസ് 599 ആണ്, 599 രൂപ മാത്രമാണ് അതിന്റെ ഫീ എന്ന് പറയുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ മുകളിൽ കാണപ്പെടുന്ന ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴി എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് ആരായാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ അതുവഴി പേയ്മെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസ്, LPUP ലോങ് ടേം, അതുപോലെ HSA ജനറൽ ക്ലാസിന്റെ ഒക്കെ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്, അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്കുകൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ ബാച്ചിലും 50% റിഡക്ഷൻസ് ആണ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നാച്ചുറൽ സയൻസിന്റെ ഫീസ് 999 ആണ്. അതുപോലെ തന്നെ LPUP ലോങ് ടേം എന്ന് പറയുന്ന ഫ്രീ ബാച്ച് ആണ്. ഓൺലി അഡ്മിഷൻ ഫീസ് 299 മാത്രം. ഇനി HSA ജനറൽ ബാച്ച് 499 ആണ്. ഓക്കെ, ഇതെല്ലാം ഒരു 50% റിഡക്ഷൻ നൽകിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ്. അതോടൊപ്പം തന്നെ KVSന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതും ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലാസ്സുകളുടൻ തന്നെ അഡ്മിഷനുടൻ തന്നെ KVSനും ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ CTET ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ തയ്യാറായിരിക്കുന്നവർ ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കുമോ, താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കുമോ, ഈ കാണുന്ന 7736750473 എന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കുകയോ ചെയ്യുക, വാട്സപ്പ് വഴി ചോദിക്കുക. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പം ലൈബ്രറിയൻ 1321 വേക്കൻസി ആണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ പ്രായപരിധി, അപ്ലൈ ചെയ്യുന്നതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് നോക്കിക്കൊള്ളണം. ഓക്കെ, അതിവിടെ ശമ്പളം 7th പേ മാട്രിക്സിൽ നോക്കുമ്പോഴത്തേക്ക് 44,900, അതായത് 50,000, 1,42,000 ആണ്. തുടക്കത്തിൽ ഒരു 10,70, 80 രൂപ, 80,000 രൂപ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണിത്. ഓക്കെ, ഇതിന്റെ പ്രായ പരിധി നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, നോട്ട് എക്സീഡിങ് 36 ഇയേഴ്സ്. ഓക്കെ, 36 വയസ്സാണ് കേട്ടോ പ്രായപരിധി. ഏജ് എന്ന് പറയുന്നത് 36 വയസ്സാണ് ജനറൽ കാറ്റഗറിക്ക്. ഓക്കെ,
ഇനി KVS എംപ്ലോയി ആയിട്ടുള്ളവർക്ക് 5 ഇയർ റിലാക്സേഷൻ ഉണ്ട്. അപ്പൊ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ തന്നെ SC/ST, OBC, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്കറിയാം 10 വർഷം ഇളവുണ്ട്. ഫീമെയിൽ ആണെങ്കിൽ 10 വർഷം ഇളവുണ്ട്. അത് നോൺ ടീച്ചിങ്ങിനെന്നല്ല, ടീച്ചിങ്ങിനായാലും നോൺ ടീച്ചിങ്ങിനായാലും സെൻട്രൽ ഗവൺമെന്റിൽ 10 വർഷം ഇളവുകളാണ് ലഭ്യമായിരിക്കുന്നത്. 10 വർഷം എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഗവൺമെന്റ് 5 വർഷം ആക്കണമെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ 36 10 36 + 10 46 വയസ്സ് വരെ ജനറലിന് അപ്ലൈ ചെയ്യാം. അത് SC/ST ആണെങ്കിൽ SC/STക്ക് 5 വർഷം കൂടുതൽ കിട്ടും, 51. അത് OBC ആണെങ്കിൽ വീണ്ടും ഒരു 3 വർഷം കിട്ടും, 49. PWBD ആണെങ്കിൽ ഇതേപോലെ തന്നെ 5 വർഷം കിട്ടും, 46, 5, 51. അപ്പൊ അത്രയും പ്രായപരിധിയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം 36 വയസ്സ് എല്ലാ ജനറൽ കാറ്റഗറിക്കും ആണുങ്ങൾക്ക് മാത്രമായിരിക്കും അത് ജസ്റ്റ് വരുന്നത്. ബട്ട് സ്ത്രീകളാണെങ്കിൽ 46 വയസ്സ് വരെ പറ്റും. പിന്നെ എക്സ്ട്രാ ഒരു 3 വർഷം OBCക്കും 5 വർഷം SC/STക്കും കിട്ടും. ഓക്കെ, ഇനി അതുകൂടാതെ തന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പൊ ലൈബ്രറി സയൻസിൽ ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് ഒന്നാമതായിട്ട് അവർ പറയുന്നുണ്ട്. ഓക്കെ, BLIC എന്ന് പറയുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് എല്ലാത്തിനും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ 50% ആണ് വേണ്ടത്. അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. ഓക്കെ, ബാച്ചിലർ ഡിഗ്രി ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഇതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. BLIC ആണ് ഓക്കെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നോർമലായിട്ട് കമ്പ്യൂട്ടർ നോളജും ഹിന്ദി ഇംഗ്ലീഷ് ആ കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡയറക്റ്റ് 100% ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, വേറെ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. അപ്പം 1400 പോസ്റ്റ് ഉണ്ടെങ്കിൽ 1400 പോസ്റ്റും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴിയാണ് നിയമനം നടക്കുന്നത്. ഇനി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ സിലബസ് ആണ്. ഓക്കെ, ഈ സിലബസ് നോൺ ടീച്ചിങ് പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് ഒരു സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സിമ്പിൾ ആയിട്ട് ആ സിലബസ് എന്താണെന്ന് പറഞ്ഞു പോവാം നിങ്ങൾക്ക്, കാരണം ഒരു ഐഡിയ വേണമല്ലോ. അപ്പൊ സിലബസ് എന്ന് പറയുന്നത് ഒന്നുമില്ല. സിലബസ് എന്ന് പറയുന്നത് ഇപ്പൊ ജനറൽ ഇംഗ്ലീഷ്, ഹിന്ദി, അതുപോലെ തന്നെ ജനറൽ നോളജ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ റീസണിങ് എബിലിറ്റി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലിറ്ററസി. ഓക്കെ, IT എന്ന് പറയുന്നത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട സിലബസിന്റെ ഭാഗങ്ങൾ. ജനറൽ ഇന്റലിജൻസ്, ഹിന്ദി, ജനറൽ ഇംഗ്ലീഷ്, ഹിന്ദി, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, റീസണിങ് എബിലിറ്റി, IT, കമ്പ്യൂട്ടർ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കോമൺ സിലബസ് എന്ന് പറയുന്നത്. ഇനി ഈ ജനറൽ ഇംഗ്ലീഷ് ഹിന്ദിയിൽ സാധാരണയായിട്ട് ജനറൽ ഇംഗ്ലീഷ് ഹിന്ദിയിൽ കോംപ്രിഹെൻഷൻ വരാം, കോംപ്രിഹെൻഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഗ്രാമർ പോർഷൻസ് ഉണ്ടായിരിക്കും, വൊക്കാബുലറി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ഉണ്ടായിരിക്കും. ഇതായിരിക്കും ഇംഗ്ലീഷിൽ വരുന്നത്. ഹിന്ദിയിൽ വരുമ്പോഴത്തേക്കും ഇത് തന്നെയാണ് സെയിം. ഹിന്ദി ഇംഗ്ലീഷ് സെയിം ആണ്. കോംപ്രിഹെൻഷൻ, ചെറിയ ഗ്രാമർ, ചെറിയ വൊക്കാബുലറി, റൈറ്റിംഗ് സ്കിൽസ്, ഇത്രയാണ് ഹിന്ദിയും ഇംഗ്ലീഷിലും വരുന്നത്. ഇനി ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ വരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജിയോഗ്രഫി, പൊളിറ്റിക്സ്, ഇന്ത്യൻ എക്കണോമിക്സ്, അതുപോലെ തന്നെ ജനറൽ സയൻസ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്. ഇത്രയാണ് വരുന്നത്. നെക്സ്റ്റ് റീസണിങ് എബിലിറ്റിയിൽ വരുന്നത് സാധാരണ റീസണിങ് എബിലിറ്റിയിലാണെങ്കിൽ ലോജിക്കൽ പസിൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ ലോജിക്കൽ പസിൽസ്, അനലോഗീസ്, കോഡിങ്, ഡീകോഡിങ്, പിന്നെ മറ്റ് നോർമൽ ആയിട്ട് അവർ ചോദിക്കുന്ന തരത്തിലുള്ള റീസണിങ് സ്കിൽസ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് റീസണിങ് ചോദിക്കുന്നത്. കമ്പ്യൂട്ടറിലാണെങ്കിൽ ലാസ്റ്റില് കമ്പ്യൂട്ടർ ലിറ്ററസി എന്നുള്ളതിൽ നിങ്ങളുടെ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസും IT ലോസും അങ്ങനെയൊക്കെയുള്ള വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി ഇത് ലൈബ്രറിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ഓരോന്നിലും ഓരോ പോസ്റ്റ്, ഒരു വ്യത്യസ്തമായ പോസ്റ്റ് ആണല്ലോ. ഇപ്പൊ ലൈബ്രറി, ഇപ്പം ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് വേറൊന്ന്. ഓക്കെ, അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള പോസ്റ്റുകൾ വരുമല്ലോ. അപ്പം ലൈബ്രറിന് ഇത് ഒരു ഏരിയ. ഇത്ര ഞാൻ ഈ പറഞ്ഞ ജനറൽ ഇംഗ്ലീഷ്, ഹിന്ദി, ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, റീസണിങ് എബിലിറ്റി, കമ്പ്യൂട്ടർ,
ഇതൊരു ഒരു സെക്ഷൻ. പ്ലസ് ഇതിന്റെ കൂട്ടത്ത് വരുന്ന മറ്റൊരു ഏരിയ ആണ് നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് സ്പെസിഫിക് ലൈബ്രറിയൻ കോഴ്സ് ആണെങ്കിൽ നോളജ് ഓഫ് ലൈബ്രറി സയൻസ് ആണ്. ഓക്കെ, പ്ലസ് ലൈബ്രറി സയൻസ് ആണ് ചോദിക്കുന്നത്. പ്ലസ് ലൈബ്രറി സയൻസ്, ഇതാണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിലാണ് സിലബസ് വരുന്നത്. ഓക്കെ, അത് ഏത് പാറ്റേൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പാർട്ട് 1 എന്ന് പറയുന്നത് സാധാരണ ലെവലിൽ ചോദിക്കുന്ന പാർട്ട് 1 എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആണ്, 20-40 മാർക്ക്. പാർട്ട് 2 എന്ന് പറയുന്നത് ജനറൽ അവയർനെസ്സും കമ്പ്യൂട്ടർ ലിറ്ററസി അങ്ങനെ എല്ലാം കൂടെയാണ് വരുന്നത്. പക്ഷെ ഇത് ഇവിടെ അതിന്റെ കൂട്ടത്തിൽ ഈ 60 മാർക്കിൽ ലൈബ്രറി സയൻസും കൂടെ വരും, 60+40 എന്നുള്ള ലെവലിൽ. ഓക്കെ, അതുകൂടെ വന്നിട്ടാണ് ടോട്ടൽ 100 മാർക്കിന് എക്സാം നടത്തുന്നത്. അപ്പം ജനറൽ ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം ആയിട്ട് പറയുകയാണെങ്കിൽ ഇതേ സിലബസ് തന്നെയാണ് എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫിനും വരുന്നത്. ഇനി സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഇപ്പൊ ലൈബ്രറിയൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, അല്ലെങ്കിൽ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഇങ്ങനെയൊക്കെ വരുന്ന സ്പെസിഫൈഡ് പോസ്റ്റുകളിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ ആ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും കൂടി ഇൻക്ലൂഡ് ചെയ്യും. കോമൺ ആയിട്ട് ഇത്രയൊക്കെ തന്നെയാണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെയും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്കിൽ ജോയിൻ ചെയ്തിരിക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ അറിയിക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാനായിട്ട് തയ്യാറാകുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുവാൻ തയ്യാറാകുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.